കഴിഞ്ഞ മാസം ശസ്ത്രക്രിയയ്ക്ക് വിധേയരായ 13 രോഗികൾക്ക് അണുബാധയേറ്റെന്ന് ആശുപത്രി സൂപ്രണ്ട് തന്നെ സ്ഥിരീകരിച്ചു. ഇതിന്റെ കാരണം അന്വേഷിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം മറ്റെങ്ങും തിരക്കേണ്ടെന്ന് ഈ ദൃശ്യങ്ങൾ തന്നെ തെളിയിക്കും. ചോരുന്ന മേൽക്കൂരയിൽ നിന്ന് തിയേറ്ററിനകത്തേക്ക് വെള്ളം ഒലിച്ചിറങ്ങുന്നു. വെള്ളമിറങ്ങിയത് മൂലം എയർ കണ്ടീഷനോ സ്വിച്ചുകളോ പ്രവർത്തിക്കുന്നുമില്ല. ഇവയിൽ തുടരുതെന്ന് എഴുതി വച്ചിട്ടുമുണ്ട്. 1 മുതൽ 4 വരെയുള്ള ഓപ്പറേഷൻ തിയേറ്ററുകളിൽ ഇതാണ് അവസ്ഥ. ചുവരുകളിൽ പൂപ്പൽ നിറഞ്ഞിരിക്കുന്നു. അഴുക്കുജലവും പാഴ്വസ്തുക്കളും കെട്ടിക്കിടക്കുന്നതും ഇതിനകത്തു തന്നെ. സിറിഞ്ചുകളും ട്യൂബുകളും ഓട്ടിക്ക് പുറത്തുള്ള വരാന്തയിൽ നിലത്താണ് വച്ചിരിക്കുന്നത്. പല മരുന്നുകളും ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നു. കഴിഞ്ഞ മാസം 30-ന് ചേർന്ന വകുപ്പ് മേധാവിമാരുടെ യോഗത്തിൽ ഓട്ടിയുടെ പരിതാപകരമായ അവസ്ഥയും അണുബാധയും ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ ആരും ശ്രദ്ധിച്ചില്ലെന്ന് ആശുപത്രിയിൽ ജോലി ചെയ്യുന്നവർ തന്നെ പറയുന്നു. ചിലരുടെ അലംഭാവം, അതിന് ജീവന്റെ വില നൽകേണ്ടി വരുന്നത് സാധാരണക്കാരായ രോഗികളാണ്. കൊച്ചി മെഡിക്കൽ കോളേജിന് മുൻപിൽ നിന്നും ക്യാമറാമാൻ സിജോ സുധാകരനൊപ്പം ജസ്ന ജൈൻ, മീഡിയ